ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വർക്സ് ബൈ രേവതി. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമല്ലേ? ഞാനും ഹാപ്പിയാണ് കേട്ടോ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വിസ കിട്ടിയില്ല, തിരിച്ച് ദുബായിക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരൊറ്റ വിഷമം മാത്രമേ ഉള്ളൂ. ശരിക്കും ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയടെ. ഇത്രയും നാൾ ഏറെക്കുറെ ഒരു രണ്ട് വർഷത്തോളം ഗേൾസ് ഞങ്ങളെല്ലാവരും ഒരു വൈബായിട്ട് ഒരേ റൂമിലൊക്കെ സ്പെൻഡ് ചെയ്ത് അടിച്ച് പൊളിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നല്ലോ. പെട്ടെന്നിപ്പം കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും പോയിട്ട് ഞാൻ മാത്രം തനിച്ചിങ്ങനെ വീട്ടിലായപ്പോൾ എന്തെന്നില്ലാത്തൊരു ഏകാന്തതയുടെ നിശബ്ദതയും മൂകതയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് അതെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് വരണമല്ലോ. ഇതിന് മുന്നേ ഈ ഫേസസ് ഒക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പം കുറച്ച് അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ കീപ്പ് ചെയ്തതിൻ്റെ ബേസിലാണെന്ന് തോന്നുന്നു. വല്ലാണ്ട് വിഷമമാവുന്നുണ്ട്. എനിവേ, ഒരുപാട് സംസാരിച്ച് ഞാൻ വാചാലമാവുന്നില്ല. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറുപ്പം മുതലേ ഒരുപാട് കളക്ഷൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ കളക്ഷൻസ് ഉണ്ടാവും. ഇല്ലാത്തവരായിട്ടുള്ളൊരു കുറവായിരിക്കും. ഇപ്പം ചെറുതിൽ നമ്മൾ സ്കൂൾ ടൈമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ടൈമിലാണെങ്കിലും നമ്മളുടെയൊക്കെ ഒരു 90s കിഡ്സിനൊക്കെ മെയിനായിട്ട് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ മഞ്ചാടിക്കുരു, കുന്നിക്കുരു, പിന്നെ ഈ വളയോടുണ്ടല്ലോ അത്, പിന്നെ ഈ എന്താ പറയുക നമ്മുടെ ഈ ബബിൾക്കത്തിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന സ്റ്റിക്കേഴ്സ്, പിന്നെ അല്ലാതെ എന്തോ കാർഡ്സ്, സ്പോർട്സ് കാർഡ്സ് എന്തുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു അത്, പിന്നെ ഈ ചെറിയ ചെറിയ ടോയ്സ്, ചില ചോക്ലേറ്റ്സിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ചെറിയ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു അത്. പിന്നെ നമ്മൾ പഠിത്തം അങ്ങനത്തെ ഒരു സാധനത്തിലോട്ട് കയറുമ്പോഴത്തേക്കിനും സ്റ്റാമ്പ് കളക്ഷൻ കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് തന്നുവിടും. പിന്നെ പലതരം ഇലകൾ, ചെടികൾ, പൂക്കൾ, പിന്നെ അങ്ങനെ കുറേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മുടേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അത് ആ കളക്ഷൻസൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കലും ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അച്ഛനാണെങ്കിൽ പുള്ളി ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അപ്പം പുള്ളിക്കാരൻ്റെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കോയിൻ കളക്ഷൻ, നോട്ട് കളക്ഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരിക്കലും എനിക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. സ്കൂളിലോ കോളേജിലോ എന്തോ ഒരു ടൈമിൽ, കോളേജിലല്ല 10th or +2 ടൈമിൽ എപ്പോഴും എനിക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ വലിയ ക്രേസൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് പഠിക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന ബുക്കുകളും പുസ്തകങ്ങളും ഞാൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വർക്ക് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യൽ, പിന്നെ ഈ ഫ്രണ്ട്സ് തരുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, മെമ്മറീസ് സൂക്ഷിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ചെറിയ ഒരു മുട്ടുസൂചി പോലത്തെ എന്തെങ്കിലും അത്രയും മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ പോലും ഞാൻ എടുത്ത് വെച്ചിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പം ഒരു പെട്ടി ഇരിപ്പുണ്ട്. അമ്മയുടെ പഴയ പെട്ടിയാണത്. പക്ഷെ അതിനകത്ത് കൂടുതലും ഇരിക്കുന്നത് എനിക്കൊരു 10th to ഡിഗ്രി ടൈം വരേക്കും അല്ലെങ്കിൽ ഒരു ഓഫീസ് ടൈം വരേക്കും ഒക്കെ കിട്ടിയിട്ടുള്ള കുറേ ഗിഫ്റ്റ് ഐറ്റംസ് ആണ് ഞാൻ അതിനകത്ത് പറക്കി വെച്ചിട്ടുള്ളത്. അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട് അതിനകത്ത്. ബർത്ത്ഡേക്കും അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ കിട്ടിയതാണ്. അപ്പം ഇപ്പം കുറച്ച് പ്രാന്തുകളൊക്കെ ഉണ്ട്. അപ്പം അതിലൊന്ന് നിങ്ങൾ കണ്ടു കാണും, എൻ്റെ ഐഫോൺ കേസ് കളക്ഷൻ. അത് ഒരിടയ്ക്കൊക്കെ തുടങ്ങിയ അടുത്തിടയ്ക്കൊക്കെ 10 പൈസയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് സ്വന്തം ഇഷ്ടങ്ങളൊക്കെ ഇത്രയും നാൾ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു സാധനങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കിനും ഒക്കെ തുടങ്ങിയ ക്രേസസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഐഫോൺ കേസ് കളക്ഷൻ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. കാണാത്തവർ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി കാണേണ്ടതാണെന്ന് എളിമയായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു 4-5 ഷൂ ഉണ്ട്. അതിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ വലിയതായിട്ടൊന്നും ഇല്ലെന്ന്. കുറേ ഇങ്ങനെ വാങ്ങിച്ച് വെച്ചേക്കുന്നു. എങ്കിൽ ഞാൻ വിചാരിച്ചു ശരി നിങ്ങൾക്കും കൂടെ അത് കാണിച്ചു തരാം എന്നൊക്കെ വിചാരിച്ചു. നമുക്ക് പോയാലോ എൻ്റെ ഷൂ കളക്ഷൻ കാണാൻ വേണ്ടിയിട്ട്. 5-6 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ കയ്യിലൊന്നും ഇല്ല. ഒരെണ്ണം കൂട്ടുകാരി എടുത്തുകൊണ്ട് പോക്കളഞ്ഞു, ഒരെണ്ണം അനിയത്തിക്ക് കൊടുത്തു. പിന്നെ 2-3 എണ്ണം ഉള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലിരിക്കുക. അതിനിപ്പോൾ എടുത്തുകൊണ്ട് പോയി വന്നൊന്നും വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വീട് ഇച്ചിരി ദൂരെ, എനിക്ക് അത്രയും ദൂരം ഇനി ട്രാവൽ ചെയ്യാനൊന്നും വയ്യ. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അതുവരെ പോയി എടുത്തുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല. അത് പിന്നെ പണ്ടും കണ്ടും മറ്റേ തൊടുപുഴയിൽ ഏതോ ഒരു ഡിസ്കൗണ്ട് സെയിൽ നിന്ന് വാങ്ങിച്ച ഒരു 50 രൂപയുടെ ഒരു ഷൂ ഉണ്ട്. പക്ഷേ വർത്ത് ഷൂ ആണ് കേട്ടോ. അത് 4-5 വർഷമായ ഷൂ വാങ്ങിച്ചിട്ട്. പക്ഷേ ഇപ്പോഴും അടിപൊളി ഷൂ ആണ്. അതിപ്പോഴും അടിപൊളിയാണ്. ഇട്ടാലും അടിപൊളിയാണ്, യൂസ് ചെയ്താലും നല്ലതാണ്. ഇതുവരെ അതിനുള്ള ഡാമേജും വന്നിട്ടില്ല. അത് പിന്നെ ഒരെണ്ണം ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച ഒരെണ്ണമാണ്. അത് 2 എണ്ണം ഉണ്ട്. പിന്നെ വേറെ 2-3 എണ്ണം ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുക. അതിനെ കൊള്ളത്തൊന്നും ഇല്ല, അതവിടെ കിടക്കട്ടെ, കണ്ടോ വാങ്ങിച്ചതാണ്. അപ്പോൾ ശരി, ഇന്നത്തെ ഷൂ വിശേഷങ്ങളിലേക്ക് കിടക്കാം. വരൂ എൻ്റെ കൂടെ ഗൈസ്. കം ഓൺ, ലെറ്റ്സ് ഗോ. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര.
ലാവണ്ടർ ഷെയ്ഡ് ഫസ്റ്റ് കണ്ടത് പിങ്ക് ഷെയ്ഡായിരുന്നു. ഇത് ലാവണ്ടർ ഷെയ്ഡിൽ വരുന്ന ഷൂ ആണ്. ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതുകൊണ്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ആരും നമ്മളതിന് നോക്കിപ്പോകും. ഫസ്റ്റ് ഈ കാലി ശ്രദ്ധിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഇത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. പിന്നെ ഇത് വന്നിട്ടൊരു ക്രോക്സാണ്. മറ്റേ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബ്ലാക്കാണ്. ഇടുമ്പോൾ ഒരു സുഖമില്ല, ഈ 6 മണിക്ക് ഇടുന്ന പോലെ ഇരിക്കും. പിന്നെ ഒരാൾ കിട്ടിയതായിരുന്നു വെച്ചിരുന്നതാണ്, ഞാൻ ഒരു വട്ടം കൊണ്ട് ഇട്ടിട്ടുള്ളൂ. ഇത് വന്നിട്ട് അഡിഡാസിൻ്റെ ഒരു ആങ്കിൾ ഷൂസ് എന്തായാലും പറയുന്നത് എനിക്ക് അറിയത്തില്ല, അതാണ് സംഭവം. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം വാലന്റൈൻസ് ഡേക്ക് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണിത്. ഇടാൻ നല്ല സോഫ്റ്റാണ് കേട്ടോ, കംഫർട്ടബിളാണ്, നല്ല സുഖമാണ് കേട്ടോ. നടക്കാൻ ഇട്ടുകൊണ്ടാണ് തൊടുപുഴയിൽ മലയും കുന്നൊക്കെ വലിയ വേണ്ടിയിട്ടൊക്കെ പോയത്. നല്ല കംഫർട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന അടുത്തൊന്നും വരുന്നുണ്ട് തൊട്ടടുത്തിന് ഈ ഷൂസ് വന്നിട്ട് എൻ്റെ പഴയ ബോയ്ഫ്രണ്ട് ആർക്ക് എനിക്ക് കിട്ടിയത്. ഇത് ഏറെക്കുറെ ഒരു 4-5 വർഷത്തിൽ കൂടുതലായിട്ട് ഈ ഷൂസ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോഴും സ്റ്റിൽ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്, ഒരു കുഴപ്പമില്ല. സ്റ്റിൽ വർക്കിംഗ് കണ്ടീഷനിലാണ്. ഒരു ഇതുമില്ല കേട്ടോ. ഞാൻ വെള്ളത്തിനകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്താലും അതിന് ആ ഷൂസിന് കുഴപ്പം പറ്റിയില്ല. അടുത്ത് വന്നിട്ട് നല്ലൊരു കളർ, മഞ്ഞ കളർ, എവിടെ നിന്നാലും എടുത്തറിയിക്കുന്നൊരു കളർ. ഇത് ഇട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് അമൃതിൻ്റെ കൂടെയൊക്കെ തമിഴ്നാട് സൈഡിലോട്ടൊക്കെ അത് ഒരു ചെറിയൊരു ട്രിപ്പ്, ഒരു 1 ഡേ ട്രിപ്പ് പോയായിരുന്നു. അന്ന് ഇതായിരുന്നു ഇട്ടുകൊണ്ട് പോയത്. ഒറ്റ വട്ടം അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ടെമുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതും ടെമുവിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇതിട്ടുകൊണ്ടാണ് ഞാൻ ബുർജ് ഖലീഫയിലൊക്കെ പോയത് കഴിഞ്ഞ വർഷത്തെ വാലന്റൈൻസ് ഡേക്ക്. മാർക്കൊക്കെ ഉള്ളതിന് ദൈവം ഇതിട്ടാണ് ഞാൻ പോയത്. ഭയങ്കര രസമാണ് കേട്ടോ ഇട്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. നല്ല എന്തോ ഒരു പ്രത്യേക ഫീലാണ് ഈ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക്. എൻ്റെ ഫേവറേറ്റ് വണ്ണാണ് കേട്ടോ ഇതിപ്പം. പിന്നെ ഇത് വന്നിട്ട് ഇത് അഡിഡാസിൻ്റെ തന്നെ വേറൊരു ഷൂസ്. ഇത് എനിക്കൊരാൾ ഗിഫ്റ്റ് ചെയ്തത് തന്നെയാണ്. ഫസ്റ്റ് ടൈം ഞാൻ ദുബായിൽ വന്നിട്ട് നാട്ടിലോട്ട് തിരിച്ചു വരുന്ന ടൈമിൽ എൻ്റെ ഒരു ഡാർലിംഗ് എന്നാണ് ഞാനാണ് വിളിക്കുന്നത്. എൻ്റെ ഡാർലിംഗ് എനിക്ക് വാങ്ങിത്തന്നതാണിത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് അഡിഡാസ് ഷൂസ് എന്ന് പറയുന്ന ഒരു സാധനം. അഡിഡാസിൻ്റെ ഒരു സാധനം ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷൂസാണ് ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതും സ്റ്റിൽ അങ്ങനെ തന്നെ നല്ലൊരു ഇതാണ്. ആ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞ അടുത്ത ഒരു കളർ ഈ ഒരു ഷൂസാണ്. ഇതായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വന്നപ്പോൾ ഇട്ടുകൊണ്ട് വന്ന ഷൂസ്. ആരും കണ്ടാൽ നോക്കി പോകുന്നൊരു കളറിലേക്ക് അയച്ചത്. അപ്പോൾ ഇതിൽ ഏത് ഷൂ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഇതിൽ ഏത് കളർ ഷൂ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ തന്നെ സെയിം വൈറ്റ് ഒരു ഷൂ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുത്തു. ഇതിന് ഞാനിപ്പോൾ വീണ്ടും പുതിയതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വീഡിയോസാണ്. ഇപ്പോൾ ഡ്രാഫ്റ്റ് ക്ലിയറിംഗ് പോലെ വീഡിയോസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരും ഒന്ന് വിചാരിക്കരുത്. സോ ഇതാണ് എൻ്റെ റീസെൻറ്റ് ഷൂ കളക്ഷൻസ്. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു.